റെസിപ്പി എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു കട്ട്ലറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഏത്തപ്പഴം ഒരുപാട് പണിയൊന്നുമില്ല, നല്ല പഴുത്തു പോകുന്ന ഏത്തപ്പഴം മാത്രം എടുക്കാതിരുന്നാൽ മതി. അഥവാ എടുക്കുവാന്നേലും പ്രശ്നമില്ല. പഴുത്ത് കഴിയുമ്പോൾ അത് കുറച്ചൊരു മോയ്സ്റ്റ് ഒത്തിരി കാണുമേ, അതിനകത്ത് വെള്ളം പോലെ കാണും. ഈ വെള്ളം പിടിക്കാനായിട്ട് എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് ബ്രെഡ്, അതായത് നമ്മൾ റസ്ക് അല്ല, നമ്മുടെ തനി ബേക്കറി ബ്രെഡ് മേടിച്ച് വെച്ച് അതൊന്ന് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് അതിൻ്റെ ആ ക്രംസ് എടുത്തിട്ട് ഇട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് കിട്ടും. എന്താ പറയുക, ഭയങ്കര വാട്ടറി കണ്ടന്റ് അങ്ങ് മാറുവേ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. കട്ട്ലേറ്റിന് നമ്മൾ എന്നാക്ക ചെയ്യുന്നത്, നോൺ വെജിന് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയല്ലേ, ഇതിന് എന്നാ ഒന്നുമില്ല കേട്ടോ. ഉന്നക്കായുടെ ഒരു വേറെ വേർഷനായിട്ട് വരും, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ പെടും ഈ എന്നാ പറയുക ഏത്തപ്പഴ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് നോക്കിക്കോ. ഇത് കുറച്ച് ഏത്തപ്പഴം വേവിച്ചേച്ച് നല്ല ചൂടോടെ കുഴച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് മുട്ട, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, ഇച്ചിരി നെയ്യ്, ഇത് കുറച്ച് കശകശയാണ്, കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് മുന്തിരിങ്ങ, ഇച്ചിരി അണ്ടിപ്പരിപ്പ്, പിന്നെ ഇച്ചിരി പഞ്ചസാര. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയത്. പിന്നെ വറുക്കാനുള്ള എണ്ണ. പക്ഷെ ആദ്യം എന്നാ ചെയ്യണമെന്നറിയോ, ഏത്തപ്പഴം വെച്ച് നമ്മൾ ഏതൊരു കാര്യം ഉണ്ടാക്കുവാന്നേലും ഇച്ചിരി നെയ്യ് ഇടുവാന്നേലും നല്ല ടേസ്റ്റാണ്. അതായത് കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയേച്ച് നെയ്യ് തൂത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അതല്ല കുറച്ച് 1, 2, 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് നമ്മൾ എന്നാ ചെയ്യുന്ന, പഴുത്ത ഏത്തക്ക മേടിച്ചേച്ച് വട്ടത്തി മുറിച്ച് കല്ലേ വെച്ച് നെയ്യൊക്കെ ഒഴിച്ച് പഞ്ചസാര ഇട്ടേച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു ഫാമിലിയിലാണ് ഇതും വരുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഏത് രീതിയിൽ നമുക്ക് കഴിക്കാം. പക്ഷേ എപ്പോഴും ഒരു വെറൈറ്റി കഴിക്കാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാം, ഈ ഏത്തപ്പഴ കട്ട്ലേറ്റ് എങ്ങനെയാണെന്ന് നോക്കാവേ. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഒത്തിരി നെയ്യ് ഒഴിക്കണ്ട, ഒരു ശകലം ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. ഒഴിച്ചേച്ച് ഇനി അഥവാ ഇച്ചിരി നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണം തോന്നുവാന്നേൽ ഒഴിച്ചോ, അതിനകത്തൊന്നും ഒരു വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇച്ചിരി നെയ്യ് ഉള്ളത് നല്ലത് തന്നെ കേട്ടോ. ഫസ്റ്റ് എന്നാ ചെയ്യണം, കശകശ എടുത്ത് ആദ്യമേ ഇട്ടേക്കല്ല, അതിന് പെട്ടെന്ന് അങ്ങ് മൂക്കും, അതുകൊണ്ട് അത്രയും വേണ്ട. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം, ഇച്ചിരി അണ്ടിപ്പരിപ്പിടാം, അതിനാണ് ഏറ്റവും കൂടുതൽ മൂപ്പുള്ളത്. ഇപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. ഇതിനകത്തോട്ട് എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നോ, പിസ്ത വേണോ പിസ്ത ഇടാം, ബദാം വേണോ ബദാം ഇടാം. നമ്മുടെ വീട്ടിൽ എന്നാ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇട്ടേച്ചാൽ മതി. ഇങ്ങനെ അറ്റം നമ്മുടെ കയ്യിലൊരു കപ്പലണ്ടി ഉള്ളെങ്കിൽ അതാന്നേലും ഒന്ന് എന്നാ പറയുക, ഇടികല്ലേ വെച്ചേച്ച് ഒന്ന് ചതച്ചേച്ച് ഇങ്ങനെ മൂപ്പിച്ചിട്ടേച്ചാലും മതി. അല്ലാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തന്നെ വേണമെന്നൊന്നുമില്ല. മുന്തിരിങ്ങ എന്തായാലും നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണും. കാര്യം എന്നാന്നോ, നമ്മുടെ വീട്ടിൽ മാസത്തിൽ ഒന്നെങ്കിലും ഒരു പായസം വയ്ക്കാത്ത ആരും കാണുമല്ല. നമ്മൾ ഹൈ ഫ്ലെയിമേലൊക്കെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, മുന്തിരിങ്ങായും കൂടെ മൂത്ത് കഴിഞ്ഞ് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ നല്ല ഹൈ ഫ്ലെയിമേലാണ് വെച്ചേക്കുന്നത്. മുന്തിരിങ്ങായും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് വെച്ചാൽ ഓഫ് ചെയ്യണം, തീ അങ്ങ് ഓഫ് ചെയ്തേച്ച് കശകശ നമ്മൾ മൂപ്പിച്ചേച്ചാൽ മതി. ഇല്ലെങ്കിൽ കശകശ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും. അതിനകത്ത് പിന്നെ കരിഞ്ഞു പോയേച്ചൊന്നും കശകശ ഒന്നും പെറുക്കിയെടുക്കാൻ ഒക്കുകയില്ല, അത് ഒത്തിരി അങ്ങ് എന്നാ പറയുക കുഞ്ഞ. ഇതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂൺ, 2 സ്പൂൺ ഇട്ടേച്ചാൽ മതി. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടിയ പഞ്ചസാര, എത്ര മധുരം വേണ്ടതെന്ന് വെച്ചാൽ, ഏത്തക്കായ്ക്ക് മധുരം ഉണ്ട്, അന്നേരം അത് കണക്കാക്കി വേണം ഇടാൻ. തീ ഓഫ് ചെയ്തേക്കുക, ഇല്ല തീ വെക്കുക എന്നേലും ഉണ്ടല്ലോ പഞ്ചസാരയും കരിഞ്ഞു പോവും. പിന്നെ കാരമലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കൊള്ളുകയില്ല, ഒരു കരിച്ചോവ് വരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴമില്ലേ, അതും കൂടെ ഇടുക. കാര്യം നമ്മൾ കുഴച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ച് നേരം ആകുമ്പോൾ ഹാർഡാവുമേ. ഹാർഡായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുഴയ്ക്കാനും കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പിടിക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി പ്രയാസം വരും. ഇത് തീയില്ലാതെ ചൂട് ചീനച്ചട്ടിക്കകത്തോട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അന്നേരം ആ ഒരു ചൂട് മതിയാവും. പക്ഷേ ഇപ്പം എനിക്ക് കൈയിട്ട് കുഴയ്ക്കാൻ ഒക്കെയല്ല, കൈ പൊള്ളും.
ഏത്തപ്പഴം ഈ ചൂടോടെ വെക്കുമ്പോൾ തന്നെ അത് ഈ പറഞ്ഞ പോലെ എന്നാന്നോ ഒരു ഇച്ചിരി സോഫ്റ്റ് ആവുമേ ചൂടാവുമ്പം. എന്നാൽ ഏലക്ക എല്ലായിടത്തും പിടിക്കണം. അതുകൊണ്ട് എന്നാ ചെയ്യണം, ആ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടേച്ച്, ഏലക്കായുടെ മണമൊക്കെ നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. ഇല്ലേ നമ്മളത് വറക്കുമ്പോൾ എന്നാ പറയുക, അയൽവക്കക്കാർക്കൊക്കെ അറിയണ്ടേ ഓ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കുവാന്ന്. ഇത് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മുട്ട എടുത്തേച്ച് നല്ലതായിട്ട് അടിക്കുക മുട്ട. ഇതേ ഞാൻ മുട്ടയുടെ കാര്യം പറയുമ്പം ഇത് എപ്പോഴും ഒരു ഓപ്ഷണലാണ്. നമുക്ക് വെജിറ്റേറിയൻകാരാണെന്നില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് മുട്ട എടുക്കാൻ ഊക്കിയല്ല. അന്നേരം എന്നാ ചെയ്യണം, മൈദ എടുത്തേച്ച് ലൈറ്റായിട്ട് കലക്കിയേച്ചാൽ മതി, അല്ലെങ്കിൽ കോൺഫ്ലവർ എടുത്ത് കലക്കിയാൽ മതി. ഇത് വെജിറ്റേറിയൻകാർക്ക് പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ തരാം. ചിലർ മുട്ട വേണ്ട, കംപ്ലീറ്റ്ലി എന്നാ പറയുക പ്യോർ വെജായിട്ട് പോവാം എന്ന് പറയുവാണെങ്കിൽ മൈദ എടുത്തേച്ചാൽ മതി. ഇത് മുട്ടയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ഒട്ടും കുറവ് വരികയില്ല. ഈ പറഞ്ഞ പോലെ മൈദ എടുത്താൽ. കോൺഫ്ലവർ എടുക്കുവാണെങ്കിൽ ഈ കട്ട്ലേറ്റ് കുറച്ച് ക്രിസ്പി ആയിരിക്കും. അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ എന്നാന്നറിയാവോ, കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ടിരിക്കും. അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട ഒട്ടും കെട്ടാത്ത രീതിയിൽ നല്ല അസലായിട്ട് കുഴയ്ക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ ചിലപ്പം ഒരു പക്ഷേ ആന്നേൽ അതൊരു എന്നാ പറയുക വെള്ളം പോലെ ആവുമേ. അപ്പം നമുക്ക് ഇതേപോലെ ആ കട്ടി കിട്ടുകയില്ല. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ഒരു പഴുപ്പിൻ്റെ ഒരു കണക്കുണ്ട്. ഇതെല്ലാം നോക്കിയേച്ച് വേണം. ചിലരുണ്ടല്ലോ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങ തിരുമിയിടുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത്. അഥവാ ഇച്ചിരി മോയ്സ്റ്റായിട്ട് വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്തു, നമുക്ക് കുറച്ച് റൊട്ടിപ്പൊടി, അതായത് ബേക്കറി ബ്രെഡ് വാങ്ങിച്ചേച്ച്, റസ്ക് അല്ല ബേക്കറി ബ്രെഡ് മേടിച്ചേച്ച് വേണം ഇതിന് ഇതിനകത്തോട്ടിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ഈ ചേരുവകളെല്ലാം ഇച്ചിരി കൂടി ഒന്ന് കൂട്ടണം. അതായത് ഏലക്കാപ്പൊടി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇച്ചിരിയും കൂടി ഒന്ന് കൂട്ടിയേക്കണം. കാര്യം ഇത് ഡയറക്റ്റായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ബ്രെഡ് പൊടി ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അളവെല്ലാം കുറയും. അന്നേരം ഒരു ഇച്ചിരി ഇട്ടാൽ നല്ലതാണ്. ഫസ്റ്റ് ഇച്ചിരി മുട്ടയെ മുക്കി വെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ കൈവെള്ളയെ വെച്ചേച്ച് എന്നാ ഷേപ്പാണ് വേണ്ടിയെന്ന് വെച്ചാൽ ആ ഷേപ്പ് കൊടുക്കാം. ഗോബി ഷേപ്പ് വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ല ഈ പറഞ്ഞ പോലെ റൗണ്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ക്വയർ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ കലാഹൃദയം പോലെ. ഇനിയിപ്പോൾ അതല്ല സ്ക്വയർ പീസാ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി മുഴുത്ത ബോളാക്കണ്ട, ഒരു ഇച്ചിരി കുഞ്ഞു ബോളാക്കി വെച്ച് നമുക്ക് സ്ക്വയർ ആക്കാനൊക്കത്തുള്ളേ. കട്ട്ലേറ്റ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിലൊക്കെ അന്നേരം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ബ്രെഡ് ക്രംസ് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ബേക്കറി ബ്രെഡ് മേടിച്ചേച്ച് അതിൽ മുക്കിയെടുക്കുന്ന ഏറ്റവും നല്ലത്. തേങ്ങ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഇതിനകത്ത് തേങ്ങായും ഇടാം. ഈ മൂന്ന് ഷേപ്പിലും ഏറ്റവും നല്ല ഷേപ്പ് എനിക്ക് തോന്നുന്നു ഒരു കട്ട്ലേറ്റിന് ചേരുന്നത് ഗോബി തന്നെയായിരുന്നു. അപ്പം ഞാൻ ആ ഗോബിയിൽ തന്നെ കോട്ടാവേ. ഇനി ഇത് ഓരോന്നാക്കുന്നതിന് ആ സമയം നമുക്ക് എന്നാ ചെയ്യാം, ഇത് വറുക്കാനുള്ള എണ്ണ വയ്ക്കാവേ. എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ സമയം പിന്നെ അങ്ങ് പോവും.
ചൂടോടെ കൊടുക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. അത് ഈ പറഞ്ഞ പോലെ ചൂട് ചായയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നെയ്യിൽ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ നെയ്യുടെ കാര്യവും ഒന്നും അധികം പറയുകയല്ല. കാര്യം എൻ്റെ നാട്ടുകാരെന്നെ വഴക്ക് പറയുവേ, എല്ലാം അങ്ങ് ഫാറ്റ് കൂടിയ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെളിച്ചെണ്ണയിലാണെങ്കിൽ അങ്ങനെ, വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അങ്ങനെ, ഡാൽഡയിലാണെങ്കിൽ അങ്ങനെ, അല്ല നെയ്യിലാണെങ്കിൽ ഇച്ചിരി കൂടി രുചിയാണെങ്കിൽ വേണം, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നെയ്യിൽ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. അല്ലാതെ ഇന്നതിലേ ചെയ്യാവുള്ളൂ, ഇന്നതേ പാടുള്ളൂ എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. കാര്യം നമ്മുടെ വീട്ടിൽ ചില സമയം ചിലത് തീർന്നു പോകും, ചിലത് കാണും. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അന്നേരം ഇല്ലാന്നും പറഞ്ഞ് നമ്മുടെ മനസ്സൊന്നും അടുത്തു പോകാൻ പാടില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ ഏത് എണ്ണയുണ്ടോ അത് വെച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ സാധാ കട്ട്ലേറ്റ് കഴിക്കുന്ന സോസ് അങ്ങനെയൊന്നുമില്ല. ഇത് സാധാ കഴിക്കാനേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നെയ്യ് മുക്കി കഴിക്കുമോ, പഞ്ചസാര മുക്കി കഴിക്കുമോ, അങ്ങനെ ഒരു പരിപാടിയില്ല. ഡയറക്റ്റ് നല്ല ചൂട് ചായയും കട്ട്ലേറ്റും കൂടെ കഴിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ കുറച്ചുകൂടി ഇത് കുറച്ച് രുചി കൂടും. കാര്യം എന്നാന്നോ, പഞ്ചസാര ബേസിക്കലി അവർ ബാക്കി എല്ലാ ഭക്ഷണവും സ്വീറ്റ്സും കഴിക്കുവേ, പക്ഷേ ചായയിൽ പഞ്ചസാര ഇടുകയില്ല. അങ്ങനെയുള്ളവരാന്നേൽ ആ പഞ്ചസാര ഇല്ലാത്ത ചായയും ഈ കട്ട്ലേറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. അല്ല, ദൈവാനുഗ്രഹിച്ച് ഡയബറ്റിക് ഒന്നും ഇല്ലാത്തവർ എന്നാ ചെയ്യണം, ഈ കോമ്പിനേഷൻ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ നല്ല ഇതായിട്ട് ബാലൻസ് ചെയ്യും. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, ഈ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ ചായയിൽ പഞ്ചസാര ഇടണ്ട. കാര്യം ഇതിനകത്തുണ്ടല്ലോ ഒത്തിരി പഞ്ചസാര ഉണ്ട്, മധുരം ഉണ്ട്. അന്നേരം ചായക്കും മധുരം കാണുകയില്ല, അതിൻ്റെ രുചിയും അറിയുകയില്ല. മറ്റതല്ലല്ലോ. ആനീസ് കിച്ചണിൽ ഒരുപാട് ഗസ്റ്റ് വന്നിട്ടുണ്ട്. വന്ന എല്ലാ ഗസ്റ്റും നമുക്ക് സ്പെഷ്യലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നും. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സിനെ ഒന്ന് നോവിച്ചു വയ്ക്കും. കാര്യം അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു പോവാത്ത ഒരു വ്യക്തി ആയിരിക്കില്ല അദ്ദേഹം. പക്ഷേ ഇന്നിവിടെ ആനീസ് കിച്ചണിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുവാണ്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയിലെ 2 ചെങ്ങാതിമാരാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്നാണെന്നറിയാമോ, ഒത്തിരി സമയം കളയാൻ മേല. കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്നറിയോ, ഒരു ബ്രേക്കിന്